ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുകയാണ് ആതിര. ആതിര വിഷമത്തോടെ സന്ദീപിനെയും അനഘയെയും നോക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം അർച്ചന അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ അവന്തിക പറയുകയാണ്, അർച്ചന ഒന്ന് നിന്നേ. നിന്റെ അനിയത്തിയെ സേഫായിട്ട് വീട്ടിലെത്തിച്ചു എന്നുള്ളതിന്റെ കോൺഫിഡൻസ് ആണോ നിന്റെ മുഖത്ത്? എന്നാലേ നീ ഒരു കാര്യം കൂടി കേട്ടോ, നിന്റെ അനിയത്തി പ്രസവിക്കില്ലെന്ന് ഈ അവന്തിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആതിര ഒരിക്കലും പ്രസവിക്കാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക അകത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. അനഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് സന്ദീപ്. എങ്ങനെ അനഘയെ ഈ കുരുക്കിൽ നിന്നും രക്ഷിക്കുമെന്ന് സന്ദീപ് ആലോചിക്കുന്നു. അർച്ചന ഏട്ടത്തിയോട് പറയാം, അതാ നല്ലതെന്ന് പറഞ്ഞ് സന്ദീപ് എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ ആതിര സന്ദീപിനെ വിളിക്കുന്നു. സന്ദീപ് ഇപ്പോൾ എവിടെയാണെന്ന് ആതിര ചോദിക്കുമ്പോൾ ഞാൻ ഹാളിലാണെന്ന് സന്ദീപ് പറയുന്നു. കൂടെ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ലെന്ന് സന്ദീപ് പറയുകയാണ്. അതിന് സന്ദീപ് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, എൻ്റെ ആതിരെ, നീ ഇവിടുന്ന് പോയതിനു ശേഷം ഇതിപ്പോൾ എത്രാമത്തെ വട്ടമാ എന്നെ വിളിക്കുന്നത്? അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ആതിര പറയുന്നു. നീ ഇപ്പോൾ ഒന്ന് ഇവിടേക്ക് വരാമോ എന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, ആതിരെ, ഞാനിപ്പോൾ മറ്റൊരു കാര്യമായിട്ട് നിൽക്കുകയാണ്, ഞാൻ നാളെ വരാം. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, നിനക്കിപ്പോൾ ഈ രാത്രി എന്നെ കാണാൻ വരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ആതിരെ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു കാര്യവുമായിട്ട് നിൽക്കുകയാണെന്ന്. അതേസമയം അനഘ സന്ദീപിൻ്റെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് അനഘയോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആതിരയോട് നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞ് സന്ദീപ് കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ആതിര ടെൻഷനോടെ നിൽക്കുകയാണ്. സന്ദീപിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങിയോ? അനഘയുമായിട്ട് അവൻ കൂടുതൽ അടുക്കുകയാണോ എന്നൊക്കെ ആതിര സംശയിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപ് അർച്ചനയോട് ഈ കാര്യം പറയാമെന്ന് അനഘയോട് പറയുന്നു. വേണ്ട സന്ദീപേ, അതൊന്നും ശരിയാവുകയില്ല. വന്ന കാലം തൊട്ട് ഞാൻ അർച്ചന ഏട്ടത്തിയെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും അതൊന്നും ഏട്ടത്തി മറന്നിട്ടുണ്ടാകില്ല. എന്നെ സഹായിക്കുന്നതിന് പകരം പരിഹസിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, എടോ, താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഞാൻ എന്താണെങ്കിലും ഏട്ടത്തിയോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ സന്ദീപ് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനാ വന്നത്, നമ്മുടെ അനഘയുടെ കാര്യം. അനഘയ്ക്ക് എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, കുറച്ച് സീരിയസ് ആയ കാര്യമാണ്. അനഘയ്ക്ക് അവന്തിക ഏട്ടത്തി ഒരു വിവാഹാലോചന കൊണ്ടുവന്നതല്ല, ശരിക്കും നടത്താൻ തന്നെയാണ് അവന്തിക ഏട്ടത്തിയുടെ പ്ലാൻ. അനഘയ്ക്കാണെങ്കിൽ ഈ ബന്ധത്തിനോട് ഒരു താല്പര്യവുമില്ല എന്ന് അനഘ നിന്നോട് പറഞ്ഞോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പറയുകയും ചെയ്തു, കരയുകയും ചെയ്തെന്ന് സന്ദീപ് പറയുന്നു. എനിക്കറിയാം ഏട്ടത്തിക്ക് ഇതൊന്നും കേട്ടിട്ട് വിശ്വാസമുണ്ടായി കാണില്ലെന്ന്. പക്ഷേ അവൾ പറയുന്നത് സത്യമായ ഏട്ടത്തി. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കരയുകയും ചെയ്തു. എനിക്കറിയാം ഏട്ടത്തിക്ക് അവളോട് ദേഷ്യമായിരിക്കുമെന്ന്. ദേഷ്യമെല്ലാം മറന്ന് ഒന്നവളെ സഹായിച്ചുകൂടെ എന്ന് സന്ദീപ് ചോദിക്കുന്നു. അവളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവളിപ്പോൾ എന്നോട് പറഞ്ഞത് ഏട്ടത്തിക്ക് അവളോട് ദേഷ്യമായിരിക്കുമെന്നും ഒരിക്കലും സഹായിക്കില്ലെന്നുമാണ്. ഏത് പയ്യനെ കൊണ്ടാ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് അനഘ എന്നോട് പറഞ്ഞില്ലെന്നും അവൾക്കും അറിയില്ലെന്നാ തോന്നുന്നതെന്നും സന്ദീപ് പറയുന്നു. സന്ദീപെ, വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്നോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അനഘയ്ക്കറിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അനഘ ഇപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല, ഏട്ടത്തി തന്നെ ചോദിക്കാൻ സന്ദീപ് പറയുന്നു. ഏട്ടത്തി, അവൾ നല്ല ടെൻഷനില്ല. ഏട്ടത്തി സംസാരിച്ചാൽ അവൾക്ക് ആശ്വാസം കിട്ടുമെന്നും സന്ദീപ് പറയുമ്പോൾ അർച്ചന സന്ദീപിനെയും കൂട്ടി അനഘയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അർച്ചനയെ കണ്ടയുടൻ അർച്ചനയുടെ കാലിൽ വീഴുകയാണ് അനഘ. കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലൊന്നും ഞാൻ ചെയ്ത തെറ്റുകൾക്കൊന്നും പകരമാകില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്നോട് ക്ഷമിക്കണം. ആതിരെ പോലെയോ സ്നേഹയെ പോലെയോ ഏട്ടത്തിക്ക് എന്നെ കാണാൻ സാധിക്കുമോ? ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാൻ എപ്പോഴും നിന്നെ അതുപോലെ കണ്ടിട്ടുള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏട്ടത്തി മറക്കണം. ഇനി നിങ്ങളുടെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുമതി എനിക്ക് തരണമെന്നും അനഘ പറയുന്നു. സ്വയം തിരിച്ചറിഞ്ഞു നിൽക്കുന്ന നിന്നോട് ഞാനിപ്പോൾ എങ്ങനെയാ ഇല്ലെന്ന് പറയുന്നത്? സന്ദീപ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പെട്ടെന്നെന്താ ഒരു കല്യാണാലോചനയെന്ന് അർച്ചന ചോദിക്കുന്നു. ചേച്ചിയുടെ ഒരു പരിചയക്കാരനാണ്, എന്തോ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. നീ അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഉണ്ടെന്നും എനിക്ക് അയാളെ അറിയാമെന്നും അനഘ പറയുന്നു. എന്നിട്ട് നീ എന്താ ഇത് വേണ്ടെന്ന് പറയുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവനൊരു ക്രിമിനലാണെന്നും ഒരു ക്രിമിനലിന്റെ കൂടെയാണോ ഞാൻ കഴിയേണ്ടതെന്നും അനഘ ചോദിക്കുന്നു. എനിക്കറിയാം, എൻ്റെ ചേച്ചിയുടെ കെയർ ഓഫിലാ എനിക്ക് ഇവിടെയുള്ള ജീവിതം. ചേച്ചിക്ക് ഞാനിപ്പോൾ ഒരു ബാധ്യതയായെന്നാ എനിക്ക് തോന്നുന്നത്.
സന്ദീപ് പറഞ്ഞതനുസരിച്ച് ഏട്ടത്തി മാത്രമാ ഇപ്പോൾ എൻ്റെ ഏക പ്രതീക്ഷ. ഇതും കൂടി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്യും. തുടർന്ന് അർച്ചന പറയുകയാണ്, ഇനി ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നീ കരയരുത്. നീ ഇപ്പോൾ എന്നോട് ഈ കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഈ വിവാഹം എങ്ങനെയും മുടക്കുമെന്ന് നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? അതെ എന്ന് അനഘ പറയുമ്പോൾ, എന്നാൽ നീ അങ്ങനെ തന്നെ വിശ്വസിക്കാനും ഈ വിവാഹം ഞാൻ ഏത് വിധേനയും മുടക്കാമെന്നും അർച്ചന പറയുന്നു. സ്വന്തം അനിയത്തിയെ മനസ്സിലാക്കാത്ത ഒരു ചേച്ചി പറയുന്ന വാക്കല്ല ഇത്. നിന്നെ സ്വന്തം കൂടപ്പിറപ്പായി തന്നെ കാണുന്ന ഒരു ചേച്ചി തരുന്ന വാക്കാണ്. ഇത് കേൾക്കുന്ന അനഘ സന്തോഷത്തോടെ അർച്ചനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. തുടർന്ന് അനഘ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അർച്ചനയുടെ കയ്യിൽ പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇത് കാണുന്ന സന്ദീപിനും അർച്ചനയ്ക്കും സന്തോഷമാകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന ആതിരയാണ്. അനഘയും സന്ദീപുമായിട്ടുള്ള സംസാരമൊക്കെ ഓർക്കുന്ന ആതിര പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗിലേക്ക് തുണികളെല്ലാം എടുത്തു വെച്ച് ആരും കാണാതെ വൃന്ദാവനത്തിൽ നിന്നും ഇറങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.